അടച്ചു വെച്ചേക്കും. ഇതിപ്പം തോരനെല്ലാം അരിഞ്ഞ് വെച്ചേക്കും. അപ്പം അങ്ങനെ നമ്മുടെ പരിപ്പും പപ്പടം ഒക്കെ നമ്മുടെ പരിപ്പ് റെഡിയായി. അരപ്പിട്ട് ഞാനൊന്ന് ഇളക്കും. പരിപ്പൊന്ന് ചൂടാവുന്നിടം വരെ ഇരിക്കട്ടെ. അപ്പം ഞാൻ കാബേജ് തോരൻ വെക്കാൻ പോകും. അതിനാണ് ഞാൻ ഇച്ചിരി ഉഴുന്ന് ആദ്യം ഇട്ട് ഒരു വറുത്തു. പിന്നെ ഇനി ഇതേ തോരൻ്റെ എല്ലാം പുരട്ടി വെച്ചേക്കും. അതായത് തേങ്ങായും ഒരു ശകലം മല്ലിപ്പൊടി ഞങ്ങൾ ചേർക്കും. ഞങ്ങളുടെ നാട്ടിൽ ചേർക്കും, പക്ഷേ ചിലർ ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കരിയാപ്പിൽ, പച്ചമുളകും ഇത്രയും കൂടെ വെച്ചിട്ട് ഇനി അടുപ്പിലിട്ടിട്ട് ഒരു വറ്റലുമുളകും 2 വറ്റലുമുളകും ഇട്ടു. സാമ്പാറെല്ലാം വെച്ചു. വേണ്ട ഞങ്ങളുടെ അമ്മയാണ് അതിൻ്റെ ടേസ്റ്റ് നോക്കുന്നത്. ചേട്ടത്തിയുടെ മോളും ഒക്കെ അവരൊക്കെയാ ഇതിന്റെ ടേസ്റ്റ് വെക്കുന്നതാ. ഈ ഇരിക്കുന്ന ആളാ ഇതിന്റെ എല്ലാം മെയിൻ്റെനൻസ് ചെയ്യുന്നത്. മെയിൻ ഷെഫ്. അതെ, ഞങ്ങള് കലത്തിനകത്ത് അടുപ്പിലാണ് സാമ്പാർ വെച്ചേക്കുന്നത്. അപ്പം വേണ്ട ഇവിടെ ഇരുന്ന് എല്ലാം പറയുന്നുണ്ട്. വേണ്ട ഇത് ആങ്ങളയുടെ മോളാണ്. ഇത് ഞങ്ങളുടെ അമ്മ സുന്ദരിയാ. ഇനി അടുത്തത് പാവയ്ക്ക. ഞങ്ങളുടെ നാത്തൂനാ ഇത്. പാവയ്ക്കല്ല അരിയാൻ പോകുന്നു. അപ്പം നമ്മൾ ഈസ്റ്റിൻ്റെ 300 ഗ്രാം വെച്ചുള്ള 4 കവർ ആയിട്ടേക്കുന്നത്. അത് നമ്മളൊരു 1 കിലോ പാലിനകത്തും അര കിലോ വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കുവായി. വേവിച്ചിട്ട് വേണം ഇനി ഇതൊന്ന് നല്ലോണം വെന്ത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യും. പായസം വെക്കുന്നതെല്ലാം പൊത്താൻ വെച്ച വെളിയിൽ അടുപ്പ് കൂട്ടിയേ വെച്ചേക്കുന്നു. വിറക് ഞാൻ പൊത്താനെന്നാണ് പറഞ്ഞ വിറക് കേട്ടോ. വിറക് വെച്ചാൽ എല്ലാം ഇത് പക്ഷേ ചുള്ളി ആയതുകൊണ്ടാണ് ഞാൻ പൊത്താനെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചാൽ നമ്മളിന്ന് വെക്കുന്ന രുചി വഴി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പായസം ഇത്രയൊക്കെ കുറുകി ഇച്ചിരൂടൊക്കെ കുറുകി ഇത് ഈ പാലടയുടെ അട വേവാൻ സമയം എടുക്കും ഒത്തിരി. അപ്പം നമ്മൾ കുറച്ച് നേരം വേണം ഇത് വേവിച്ചെടുക്കണമെങ്കിൽ. അപ്പം നമ്മുടെ പായസം ഇങ്ങനെ കുറുകി വരണം. ഇതങ്ങ് പറ്റണം. കുറച്ച് നേരം വേണം വേവാൻ. അപ്പം നമ്മൾ പായസം ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് ഇപ്പം നമ്മൾ പാല് 4 കവർ 300 ഗ്രാമിൻ്റെ വെച്ചാൽ അതിന് 4 കിലോ പാലാണ് നമ്മൾ ചേർക്കുന്നത്. പഞ്ചാര നമ്മൾ ചേർത്തിട്ടേ ഇല്ല. പിന്നെ അര കിലോയുടെ ഒരു മിൽക്ക് മെയ്ഡും ചേർക്കുന്നു. പഞ്ചസാര അതിലുള്ളത് തന്നെ, അല്ലാതെ നമ്മൾ വേറെ വെറുതെ വെളിയിൽ നിന്ന് ചേർത്ത്. നമ്മുടെ പാൽ അതിനകത്തെല്ലാം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു, വാലുവെല്ലാം ഒഴിച്ചു, മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. ഇനി ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് വേണം ബാക്കി നമുക്ക് ഒന്ന് കുറുകി. ഇപ്പം നമ്മുടെ പായസം എല്ലാം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു തലയും കൂടെ തിളയ്ക്കുമ്പോൾ നമ്മളിനി വാങ്ങിയിട്ട് പിന്നെ നമുക്ക് കിസ്മിസ് എല്ലാം വറുത്ത് ചേർത്ത് ഏലക്കാപ്പൊടി ഇടാം. ഇപ്പം നമ്മുടെ പാലട എല്ലാം റെഡിയായി. ഇപ്പം നമ്മളത് വാങ്ങി വെക്കാൻ പോകും. ഇപ്പം നമ്മുടെ പായസം എല്ലാം റെഡിയായി. ഞാൻ വാങ്ങാൻ പോവുക. ഇപ്പം നമ്മുടെ പായസം എല്ലാം നമ്മൾ വേറൊരു മല്ലിത്തൂക്കിലോട്ട് എടുത്തു വെച്ചു. ഇനി നമുക്കതിന് കടുക് വറുത്തെല്ലാം ചേർക്കാം. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഞാൻ മുന്തിരിങ്ങയെല്ലാം വറുത്ത് ചേർത്തു ഇതിനകത്തോട്ട് ഇട്ടു. ഇനി നമ്മുടെ ഇതും കൂടെ ഉള്ളു, അതും കൂടെ എല്ലാം പായസം എല്ലാം റെഡിമണി. ഇനി നമ്മുടെ പായസം ഞാൻ ശകലം ഈ പാത്രത്തിൽ. അപ്പം നമ്മുടെ പായസം എല്ലാം റെഡിയായി. ഓക്കെ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.